ഞാൻ ചവിട്ടി തള്ളേട്ടാ അല്ലേട്ടാ അതെ. ഓ അടുത്ത മോഡാണ് പവർ. ഏകദേശം 20 പൈസത്തോളം 1 കിലോമീറ്റർ നമുക്ക് ഓടാനായിട്ട് വരണുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ബൈക്ക് ഏതർ 450 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ബൈക്കിനെ പരിചയപ്പെടുത്താനായിട്ടാണ്. ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് അഡ്വാൻസ് ടെക്നോളജിയൊക്കെ ഉള്ള ഒരു ബൈക്കാണ്. അതേപോലെ തന്നെ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ പോണത് ഇക്കോ മോഡാണ്. ഇക്കോ മോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര കിലോമീറ്റർ സ്പീഡ് വരെ പോകാം? ഒരു 45 to 50 വരെ പോവാം. 45 to 50 വരെ പോവാം അല്ലേ ഇക്കോ മോഡൽ. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഡബിളൊക്കെ വെച്ചിട്ടൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40-45 ആ റേഞ്ചിലേക്കാണ് ഒരു നോർമൽ റേഞ്ച് കിട്ടുക. സിംഗിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 45 to 50 റേഞ്ച് പോകാം. അതല്ലേ, സ്മൂത്ത് ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഇനി വേറെ ഇപ്പോൾ ഏത് മോഡലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം? ഇതിൽ മൊത്തം 4 മോഡാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ മോഡാണ് എക്കോ മോഡ്. അടുത്ത മോഡ് എന്ന് പറയുന്നത് റൈഡ് മോഡാണ്. ഓക്കെ, അത്യാവശ്യം പവർ കുറച്ചുകൂടി കൂടും. അടുത്ത മോഡായി. അപ്പോൾ ഇതിൽ എന്ത് സംബന്ധിച്ചാൽ ഓരോ മോഡ് കയറുന്നതിനനുസരിച്ച്, അതായത് ഓരോ മോഡ് കൂട്ടിയിടുന്നതിനനുസരിച്ച് നമ്മുടെ റേഞ്ച് കുറയും. നോക്കിയാൽ കാണാം, ഇപ്പോൾ എക്കോ മോഡിൽ 42 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത് ഇപ്പോൾ 52% ഉള്ള ബാറ്ററി. നമുക്ക് 42 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത് എക്കോ മോഡിൽ നിന്ന് റൈഡ് മോഡ് ആക്കി കഴിഞ്ഞാൽ 36 കിലോമീറ്റേഴ്സ് ആയി. പക്ഷെ നമ്മൾ റൈഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ റോഡില് പെട്ടെന്നായിരിക്കും കുറച്ചുകൂടി പിക്കപ്പ് കൂടും. നമുക്കതിലൊരു 50-60 ആ റേഞ്ചിലേക്കൊക്കെ ഡബിളുമേ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് റൈഡ് മോഡ്. പിന്നെ ഏതാ 4 മോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി? പിന്നെ അടുത്ത മോഡാണ് സ്പോർട്സ് മോഡ്. സ്പോർട്സ് മോഡ് ഒരു നല്ല മോഡ് തന്നെയാണ്, നല്ല പിക്കപ്പ് കിട്ടുന്ന ഒരു മോഡാണ്. അതല്ലേ, അതിന് നമുക്ക് അത്യാവശ്യം സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോഴും അതിന്റെ കിലോമീറ്ററിൽ വേരിയേഷൻ വരും അല്ലേ? കിലോമീറ്റേഴ്സിന് വീണ്ടും കുറവ് വരും. ഓരോ മോഡ് കയറാനനുസരിച്ച് കിലോമീറ്റർ കുറയും. ഈ സ്പോർട്സ് മോഡിൽ നമുക്ക് നല്ല പവർ കിട്ടും. ഓ വാവ്. അവിടെ ഒരു ഇലക്ട്രിക് ബൈക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. അടുത്ത മോഡാണ് പവർ. അടുത്ത മോഡിന്റെ പേരാണ് കമ്പനിക്കാർ പറയുന്നത് വാർ മോഡ് എന്നാണ്. ഞാൻ പറയണേ പവർ മോഡ് എന്ന് പറയുള്ളൂ. അതല്ലേ, വെറും പവറാണ്, പൊളിയാണ്. അതല്ലേ, അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചിരുന്നു. ഓ നിട്ടത് ആ ഏകദേശം 3.5 സെക്കൻഡിൽ 40 കിലോമീറ്റേഴ്സ് സ്പീഡ് അച്ചീവ് ചെയ്യാം. അത്ര അക്സലറേഷൻ ഉണ്ട്. അതുപോലെ ഈ പവറിൽ നമുക്ക് 27, നേരത്തെ 31 കാണിച്ചപ്പോൾ 27 ആയി. അതായത് കിലോമീറ്റർ പോണത് വേരിയേഷൻ അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ കിടക്കുന്നത് വാർ മോഡലാണ്. അപ്പോൾ നമ്മൾക്കൊരു കാര്യം ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു 0-ന്ന് എത്ര കിലോമീറ്റർ സ്പീഡിൽ എത്ര ടൈം കൊണ്ട് എത്താന്നുള്ളൊരു കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നീ ടോട്ടൽ ഏതാ? ഞാൻ പിടിച്ചിരുന്നിട്ടുണ്ട്. ഓക്കെ. വഴിയുടെ കുറച്ച് പ്രശ്നമുണ്ട് നമുക്ക്, വളവുകളാണ്. എന്നാലും വാവ്, ഇത്ര ഡിസ്റ്റൻസ് കൊണ്ട് ഇപ്പോൾ 60 കിലോമീറ്റർ സ്പീഡിൽ. ഓക്കെ, നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം, കാരണം അവിടെ വളവാണ് വന്നത്. ഓക്കെ ഓക്കെ, പിടിച്ചിട്ടുണ്ട്. വീണ്ടും വളവെത്തി, വീണ്ടും ഞങ്ങൾ ത്രോട്ടിൽ കുറച്ചു. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വണ്ടിയുടെ പവർ, അത് ഓൺ റോഡ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലേ. ഓട്ടോ ഇൻഡിക്കേറ്റർ സെറ്റപ്പ് ഉണ്ട്, വളവുകളുള്ള
ഓക്കെ. നീ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫോണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് ഹെഡ്സെറ്റിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അതെ, ഫോൺ നമ്മൾ ഇതിപ്പോൾ ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫോൺ എടുക്കുന്നത് നല്ല രസമാണ്. ഇതിൽ ഫോൺ നമുക്ക് ഇൻകമിംഗ് കോൾ കാണിക്കുന്നതും എടുക്കുന്നത് നല്ല രസമാണ്. നമുക്കൊരു കാര്യം നമുക്ക് എന്തായാലും നിർത്തിയിട്ടിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് റോഡ് കാപ്പബിലിറ്റി എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെ തന്നെ നമ്മളുടെ ഒരു ബണ്ട് ഉണ്ട്, നമുക്ക് അതിൽ നമുക്ക് ഇതിനൊന്ന് ഓടിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുമ്പോൾ ഒരു ത്രോട്ടിലിൻ്റെ ഒരു സൗണ്ടുള്ള കാരണം തന്നെ നമ്മൾ ഓടിച്ച് പോകുമ്പോൾ ആ ഒരു ഫീല് നമ്മൾക്ക് ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ചെറിയ ഡ്രിഫ്റ്റിങ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ആകെ അലങ്കോലമായിരിക്കുക, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ട് തന്നെ ഇവനാണ് നമ്മളുടെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 12ാമത്തെ വണ്ടിയല്ലേ, 12ാമത്തെ വണ്ടി സ്വന്തമാക്കിയ ആളാണ്. അപ്പോൾ അവന് ഏകദേശം ഒരു 1150 കിലോമീറ്ററോളം നീ ഓടിച്ചു. മുതലാക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് എത്രത്തോളം ചിലവ് വന്നിട്ടുണ്ടോ നിനക്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സീറോ കോസ്റ്റ് ആണ്. കാരണം നിന്റെ വീട്ടിലാണ് നീ കുത്തി വയ്ക്കേണ്ടത്, കാര്യങ്ങളൊക്കെ വേറെ കോസ്റ്റ് ഇല്ല. വീട്ടിൽ സോളാർ ഉണ്ട്, സീറോ കോസ്റ്റ് വരുള്ളൂ. കാരണം വീട്ടിൽ കണക്ട് ചെയ്യുന്ന ചാർജ് ചെയ്യണ ഏകദേശം 3 മണിക്കൂർ അല്ലേ, ഒരു 4-4.25 മണിക്കൂറോളം 4.25 മണിക്കൂറോളം ഫുള്ളായിട്ട് ചാർജും നമ്മൾക്ക് 85 കിലോമീറ്ററോളം നമ്മൾക്ക് റേഞ്ചും കിട്ടും എക്കോ മോഡലിൽ. ഓക്കെ. മോഡ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും, ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ പാർക്കിംഗ് തന്നെ, ഇപ്പോൾ നമ്മൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാണ്, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ലേഡീസിനൊക്കെ ഏറ്റവും ഗുണപരമായിട്ടുള്ള സാധനം ഈ സാധനത്തിലുണ്ട് കേട്ടോ. ഓക്കെ. അതെന്താണെന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്തേ. ഓക്കെ. നീ ഇവിടുന്ന് വണ്ടി ഇപ്പോൾ സാധാ ഒരു വണ്ടി നമ്മളിവിടെ നമുക്ക് റിട്ടേൺ അങ്ങോട്ടാണ് പോകേണ്ടത്. സാധാരണയായിട്ട് നമ്മൾ കാലുകൊണ്ട് ചവിട്ടി തള്ളും. ഇതിൻ്റെ ആ മോഡൊന്ന് കാണിച്ചു കൊടുത്തടാ. നമുക്കിവിടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു നമുക്കൊരു ഫംഗ്ഷൻ ഇവിടെ കാണാം. ഈ ഫംഗ്ഷൻ ഇവിടെ സ്ലൈഡ് ചെയ്ത് സെന്ററിൽ കൊണ്ടുവച്ച പാർക്ക് അസിസ്റ്റന്റ് ഓൺ ആണ്. അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഫോർവേഡ് റിവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കത് ഈ സ്റ്റാർട്ട് ബട്ടൺ വെച്ച് ടൊഗിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർവേഡ് റിവേഴ്സ് ആക്കാം. അപ്പോൾ നമ്മൾ പല സാഹചര്യങ്ങളിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ തള്ളണ്ട, നമുക്ക് ഫോർവേഡ് റിവേഴ്സ് ഒക്കെ. ഇതിപ്പോ ഇങ്ങനെ റിവേഴ്സ് ആണ് ഇപ്പൊ എടുക്കുന്നത്. നമ്മള് ഞാൻ ഈ കാല് കയറ്റി വെച്ചിട്ട് ഒറ്റ കാലുകൊണ്ട് ഇങ്ങനെ കാണിക്കാം. ഓക്കെ. വണ്ടി തന്നെ ഡ്രൈവ് ചെയ്യാനാട്ടോ, നമ്മൾ ചവിട്ടി തള്ളണമെന്നല്ല കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 കാലും കയറ്റി. ഓക്കെ. പാർക്ക് അസിസ്റ്റന്റ് പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യണത് ടോഗിൾ ബട്ടൺ. ഈ ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് രണ്ടും ടോഗിൾ ആവും. അതായത് ഫോർവേഡിലേക്കും റിവേഴ്സിലേക്കും ടോഗിൾ ചെയ്യാം. പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ നമുക്ക് റിവേഴ്സ് എടുക്കണം, ഫോർവേഡ് എടുക്കണം, റിവേഴ്സ് എടുക്കണം. നമ്മൾ ഈ മാളിലൊക്കെ വണ്ടികളുടെ ഇടയിൽ വെച്ച് വണ്ടി നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കുറെ തള്ളേണ്ട സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ സാധാരണ നമുക്ക് അതെ ചേഞ്ച് ചെയ്യാൻ ശരിക്കും ഇവിടെ കട്ടിങ് ആണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഐഡിയ ആണ്, ഐഡിയ ഒന്നുമില്ല, ഇതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഒന്നുമല്ല. ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാർക്ക് അസിസ്റ്റിലേക്ക് എടുക്കണേ. അപ്പൊ ഞാനിവിടെ കിൽ സ്വിച്ച് ഉണ്ട്. കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് ഡിസെൻഗേജഡ് ആവും. അപ്പൊ തന്നെ സെൽഫ് സ്റ്റാർട്ട് അടിച്ച് മോട്ടോർ സ്റ്റാർട്ട് ടച്ച് ചെയ്യാനൊന്നും പോകണ്ട, ടച്ച് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി അവർ പറഞ്ഞതല്ല. ഓക്കെ. പിന്നെ നമ്മൾ സാധാരണ എക്കോ മോഡിൽ ഫസ്റ്റ് റൈഡ് ചെയ്യും. ഓക്കെ. നേരത്തെ നമ്മൾ കണ്ട മനസ്സിലായി.
ഓക്കെ. പിന്നെ നീ നേരത്തെ പറഞ്ഞിരുന്നു ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന്. അതെന്താ ഒന്ന് പറഞ്ഞു തന്നെ. ശരിക്കും ഫോൺ വന്നു കഴിഞ്ഞാൽ പല സിസ്റ്റങ്ങളിലും ഇപ്പോൾ കാറുകളിലായാലും ബൈക്കുകളിലായാലും ഇപ്പോൾ ഫോൺ വരുന്നത് നോട്ടിഫിക്കേഷൻ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. പക്ഷെ ബൈക്കുകളിൽ സാധാരണ കുറവാണ് കണ്ടതിൽ. ഇതിലൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലുള്ള ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ കൊടുത്തിട്ടുള്ള നമുക്ക് സ്റ്റാർട്ട് ബട്ടണും ഇൻഡിക്കേറ്ററും യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അതെ, എനിക്കിപ്പോൾ കണക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. കണക്ട് ആണ്. യെസ്, ഓക്കെ. അതായത് ഇതുപോലെ നമ്മൾക്ക് പേരടക്കുന്ന സേവ് ചെയ്ത കാരണം അതിൽ വരും അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. നമ്മൾ ഫോണിലുള്ള ഇതുമാതിരി തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ഫോൺ ഓൾറെഡി പെയ്ഡാണ്, ബ്ലൂടൂത്ത് വെച്ച് പെയ്ഡാണ്. അപ്പോൾ നമുക്കിത് എടുക്കണ രീതിയാണ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചുകൊണ്ട് പോണ സമയത്ത് നമുക്കിതിൻ്റെ സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്ന് പോപ്പപ്പ് ചെയ്ത് കാണിക്കും. ആ പോപ്പപ്പിൽ നമുക്ക് ഇൻഡിക്കേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടോ ആക്കിയിട്ടാണ് ഇത്. നമ്മൾക്കിപ്പോ ലെഫ്റ്റിലേക്ക് തട്ടണമെങ്കിൽ കോൾ എടുക്കാം, റൈറ്റിലേക്ക് തട്ടണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോ റൈറ്റിലേക്ക് ഇട്ട് കട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. കോള് കട്ടായി. അതായത് നമ്മളിപ്പോൾ ടച്ച് ചെയ്യാൻ പോയി നമ്മൾക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വേണ്ട, കൈ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ തന്നെ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അത് വലിയൊരു ഉപകാരം തന്നെയാണ് കേട്ടോ. ഓക്കെ. പിന്നെ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മ്യൂസിക് സിസ്റ്റം ഇതുപോലെ ഇൻഡിക്കേറ്ററിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പാട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വാവ്. ഓക്കെ. ഇതിൽ ഇൻബിൽറ്റ് സ്പീക്കർ ഇല്ല. നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെ കോൾ എടുക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ഇതിൽ ഇന്റേണൽ സ്പീക്കർ ഉണ്ടാവും തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾക്ക് എന്തായാലും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്തായാലും വേണം, എന്തായാലും വെക്കണം. ഇൻബിൽറ്റ് ആയിട്ട് ഒരു സ്പീക്കറോ കാര്യങ്ങളിൽ സംസാരിക്കാനോ നമുക്ക് പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ചാർജ് ചെയ്യണ ഇതും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഓക്കെ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. അവൻ ഓടിച്ച് നോക്കിയത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. ഞാനൊന്ന് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളുടെ വണ്ടി ഈ ഒരു പൊസിഷനിൽ ഇടണേ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പാർക്ക് അസിസ്റ്റൻ്റൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, സെൽഫ് ബട്ടൺ നമുക്കെല്ലാം സ്റ്റാർട്ട് ആവുള്ളൂ. പാർക്ക് അസിസ്റ്റൻറ്റിലേക്ക് നമ്മൾ ഇട്ടു. അതിന് ശേഷം നമ്മൾ റിവേഴ്സ് ഇട്ടാ. ഞാൻ ചവിട്ടി തള്ളാട്ടാ അല്ല കേട്ടാ. 3 കിലോമീറ്റർ സ്പീഡ് 4 കിലോമീറ്റർ സ്പീഡിൽ പോവുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിടാം. അത് കഴിഞ്ഞാൽ എക്കോ മോഡായിട്ടുണ്ട്. എക്കോ മോഡും കാര്യങ്ങളും മോഡുകളൊക്കെ നിങ്ങൾ എന്തായാലും നേരത്തെ കണ്ടിരിക്കും. ഞാൻ എന്തായാലും മറ്റേ മോഡ് നമ്മുടെ റാപ്പ് മോഡ് ഇവിടെ ഇതിൽ ചേഞ്ച് നമ്മുടെ ഈ ഒരു സ്വിച്ചിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനെ റൈഡ് മോഡ്, സ്പോർട്സ് മോഡ്, വാപ്പ് മോഡ്. ദൈവമേ, ആ മോഡ് ഇട്ടെന്തായാലും ലേഡീസിന് ഓടിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. കാരണം അത്രയും ത്രോട്ടിലിൻ്റെ പവർ നമ്മൾക്ക് ഫുൾ പവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ലേഡീസിനൊക്കെ എക്കോ മോഡ് റൈഡ് മോഡും കൊടുത്താൽ മതി. എന്തായാലും നിങ്ങൾ തന്നെ കണ്ടിരിക്കുക, അവിടെ പുല്ലാണ്, അത്ര ഇതിൽ വണ്ടി സ്കിഡ് ചെയ്താൽ പോയത്. ഓക്കെ. ഞാൻ തന്നെ ഒന്ന് അൺബാലൻസിങ് ആയിപ്പോയി. പക്ഷേ നമ്മളുടെ ഈ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, താഴെ കൊടുത്താണ് ഈ ഒരു വെയിറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല സപ്പോർട്ട് കേട്ടോ. സെൻട്രലാ വെയിറ്റ്. നമ്മളിപ്പോൾ ബാക്കിലെ എഞ്ചിൻ്റെ ഒരു വെയിറ്റ് ഇപ്പോൾ സാധാ ആക്റ്റീവ് ആക്കണേ ബാക്കിലെ എഞ്ചിൻ്റെ വെയിറ്റ് വരാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ബാറ്ററി ഇവിടെ വരുന്ന കാരണം തന്നെ നമുക്ക് ആ ഒരു നല്ല കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വെയിറ്റ് അവിടെ കൊടുത്താണ് കാരണം വണ്ടി വരുന്നുണ്ടെന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ബൈക്കിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. ജോസ് പോളിൻ്റെ വണ്ടിയാണ്, അതായത് 12ാമത്തെ വണ്ടിയാണ്. തൃശ്ശൂർ ജില്ലയിൽ 12ാമത്തെ വണ്ടിയാണ്. എറണാകുളത്തല്ലേ ഇതിൻ്റെ ഷോറൂം വരുന്നത്. നിങ്ങൾക്ക് ഈ വണ്ടി ഇത് വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കമ്പനിക്കാർ പറയണ റിവ്യൂ ഒന്നല്ല കേട്ടോ. ഇവൻ ഈ വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൗതുകം തോന്നിയിട്ട് അതിൻ്റെ റിവ്യൂ എടുക്കാൻ ഇവനോട് ചോദിച്ച് അനുസരിച്ച് നമ്മൾക്ക് കിട്ടിയതാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ഓരോ ഡ്രൈവ് മോഡുകളും കാര്യങ്ങളും വണ്ടി കാണാനുള്ള ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അറിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്ക് എടുത്ത് പോയ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.